വെൽക്കം ടു സിയാസ് കിച്ചൻസ്. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ഷുഗർ, പഞ്ചസാര വേണ്ട, ആൽക്കഹോൾ വേണ്ട, ഓറഞ്ച് ജ്യൂസ് വേണ്ട, ബട്ടർ വേണ്ട, എന്തിന് നമുക്ക് ഓവണും വേണ്ട, പിന്നെ ബീറ്ററും വേണ്ട. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ അതേ പ്ലം കേക്കിൻ്റെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ശർക്കരയുടെ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് കിട്ടുന്നുണ്ട് കടയിൽ, ജാഗരി പൗഡർ എന്ന് ചോദിക്കുമ്പോൾ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. ഇത് ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലിരിക്കുന്ന ശർക്കര ഒന്ന് ചീകി എടുത്താലും മതി. 1 കപ്പ് ശർക്കര എടുക്കണം. പിന്നെ 1/2 കപ്പ് കുക്കിംഗ് ഓയിൽ, ഏതെങ്കിലും റീഫൈൻഡ് ഓയിലാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടാണ് അടിക്കുന്നത്. ഇവിടെ ബീറ്റർ ഒന്നും ഉപയോഗിക്കേണ്ട, വീട്ടിലിരിക്കുന്ന മിക്സിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടെ ഇട്ടിട്ട് അടിക്കണം. മുട്ട, ശർക്കര, എണ്ണ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടി, ഈ പ്ലം കേക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഒരു ചെറിയ കഷ്ണം പട്ടയും 1 ഗ്രാമ്പും കൂടെ ഇതിൽ ചേർത്തിട്ട് ഒന്നിച്ചിട്ട് അടിച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി മാവ് റെഡിയാക്കണം. അതിന് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. മൈദ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി. ഗോതമ്പ് പൊടിക്കും നല്ല ടേസ്റ്റിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ച് എല്ലാം റെഡിയായി, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് 1 നുള്ള് ഉപ്പ് ചേർക്കണം. ഇത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന, മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന എണ്ണയും മുട്ടയും ശർക്കര, ഇതിൻ്റെ ബാറ്റർ നമുക്ക് ഈ മാവിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്ത് നല്ല കളറും ഇല്ല, ഇപ്പം തന്നെ ഒരു നല്ല മണം വരുന്നുണ്ട്. നമ്മളതിൽ പട്ടയും ഗ്രാമ്പൊക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിത് മിക്സ് ആക്കണം. ഫോൾഡ് കട്ട് അങ്ങനെയാണ് നമ്മളിത് മിക്സ് ആക്കേണ്ടത്. സമാധാനത്തെ നല്ല ക്ഷമയോടെ കൂടെ ഇത് മിക്സ് ആക്കണം. പതുക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണയായിട്ട് ഇത് കണ്ടോ, ഇപ്പം ഇച്ചിരി ബാറ്റർ തിക്കായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് പാൽ ചേർക്കണം. ഞാൻ ഒരു 1/4 കപ്പ് പാൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കണം. ഇത് നല്ല ഒരു ലോങ് പ്രൊസീജിയറാണ്. ഇത് നമുക്ക് ഒറിജിനലായിട്ട് ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു രീതി വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്തൊഴിക്കുമ്പം കട്ടാകാതെ താഴെ വീഴുന്നതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടുണ്ട്, 1/4 കപ്പ് ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട്. ഇവിടെ ടൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ഉണക്കമുന്തിരി ചേർത്താലും മതി. ഇത് നല്ലപോലെ ഒന്ന് പിന്നെയും മിക്സാക്കി വയ്ക്കാം. അത് എല്ലാം റെഡിയായി, ബാറ്റർ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് തവയിൽ വീട്ടിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത തവ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കാൻ വെക്കണം. അതിൻ്റെ മേലെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കറാണ്, അതിലാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് നമുക്ക് ഈ ബട്ടർ ഇട്ടിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യണം എല്ലാ ഭാഗത്തും കൂടെ. ഇത് എന്തെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് വെന്ത് എല്ലാം വരുന്നതിന് ശേഷം ഇളകി വരും, പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ് ഈ ബട്ടർ നമ്മൾ തേക്കുന്നത്. ബട്ടറും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മൈദാപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വിതറി കൊടുക്കണം. എന്നിട്ട് ഇത് ഒരു 20 മിനിറ്റ് ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇപ്പം പ്രീ ഹീറ്റായി. 20 മിനിറ്റ് ശേഷമാണ് ഞാനിപ്പോൾ ഈ ബാറ്റർ അതിൽ ചേർക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആ കുക്കറിൽ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം.
ഒരുപാട് ഇങ്ങനെ അടിച്ച് ടാപ്പ് ചെയ്യണ്ട. അങ്ങനെ ടാപ്പ് ചെയ്താൽ നമ്മൾ ഇട്ടിരിക്കുന്ന നട്ട്സും ഫ്രൂട്ട്സൊക്കെ താഴെ അടിയിലോട്ട് പോയി പോകും. പിന്നെ കുക്കറിൻ്റെ അടപ്പിൽ നമുക്ക് ഗ്യാസ്കറ്റ് ഇടാൻ പാടില്ല, അതുപോലെ തന്നെ വിസിലും ഇടാൻ പാടില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആക്കി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് ഈ ഗാർണിഷിങ് ചെയ്യുന്നത്. അതിന് മുമ്പേ നമ്മൾ ഗാർണിഷിങ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചാൽ ഇത് ചിലപ്പം ഉള്ളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഗാർണിഷിങ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഗാർണിഷിങ് ഇല്ലെങ്കിലും ആ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരത്തില്ല. പിന്നെ ബാക്കിയുള്ള കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതിൻ്റെ മുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 5-6 കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ മതി ഗാർണിഷിങ്ങിന്. ഇതെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വിടാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ്. ഇപ്പോൾ ഒരു വുഡൻ സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ലപോലെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നല്ലപോലെ കേക്ക് റെഡിയായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. കേക്ക് നല്ലപോലെ ബേക്കായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒരു കത്തി കൊണ്ട് സൈഡ് ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് എടുക്കണം, ഒന്ന് ഇങ്ങനെ എടുത്ത് വിടണം. ഇനി ഇതുപോലെ ചട്ടകമുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിലൊന്ന് ഇങ്ങനെ ചുറ്റിലൊന്ന് പതുക്കെ അടിയിൽ കൂടെ ഒന്ന് എടുത്ത് കൊടുക്കാം. ഒന്നും വെപ്രാളപ്പെടരുത്, പതുക്കെ എല്ലാം സമാധാനമായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പതുക്കെ എടുത്ത് കൊടുക്കണം. ഇനി ഒരു പ്ലേറ്റ് ഒന്ന് കമത്തി അതിനെ നമുക്കിങ്ങനെ കമത്തി എടുക്കാം. ഇപ്പം നോക്കിക്കോണം, അതെ അടിയിലൊന്നും കരഞ്ഞിട്ടില്ല. കുക്കറിനകത്ത് നോക്കിയേ, ഒന്നും അടുക്കി പിടിച്ചിട്ടില്ല, ഒന്നും കരഞ്ഞിട്ടോ ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. തിരിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയേ, ക്രിസ്മസ് കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക് അല്ലെങ്കിൽ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. എല്ലാം റെഡിയായി. മൊത്തത്തിൽ ഒരു 45 മിനിറ്റ് മതി. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ക്രിസ്മസ് കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റും അതേ ഫ്ലേവറുമാണ്. നല്ല സോഫ്റ്റ്, നല്ല മണവും നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ ഇത് നമുക്ക് കുറേ ലോങ് പ്രൊസീജിയർ ഒന്നുമില്ല. ബേക്കറിയിൽ നിന്ന് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആൽക്കഹോൾ ഉണ്ടോ ഇല്ലയോ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ സമാധാനത്തെ ഉണ്ടാക്കി കഴിക്കാം, കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇത് ഹെൽത്തി കേക്ക് എന്നാണ് നമുക്ക് പറയാൻ പറ്റും, ഹലാൽ കേക്ക് എന്നും പറയാം. ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ശർക്കരയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹലാൽ എന്ന് പറഞ്ഞത് ആൽക്കഹോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹലാൽ എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അടിപൊളി പ്ലം കേക്ക് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.